ഇത് മാങ്ങാനം എന്ന ദേശത്തിൻ്റെ കഥയാണ്. പണ്ട് മാങ്ങാനത്ത് ദുർമന്ത്രവാദം നടത്തിയിരുന്ന ഇണ്ടപ്പൻ മന്ത്രവാദി നാട്ടുകാർക്കൊരു ശല്യമായപ്പോൾ നാട്ടുകാർ ചേർന്ന് അയാളെ ഓടിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ നാട്ടുകാർ ഒരുമിച്ച് അയാളെ ഓടിച്ചതുകൊണ്ട് അയാൾക്ക് അവരോട് ദേഷ്യം കൂടുകയും ഇവരെ തമ്മിൽ തല്ലിക്കാനും ഇയാളൊരു കഠിന മന്ത്രപ്രയോഗം നടത്തി ഒരു പാമ്പിലേക്ക് നാടിനെ ആവാഹിച്ചിട്ട് ഒരു ഏണിയും പാമ്പ് കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് എവിടെയുണ്ടോ ആ ദേശത്ത് തമ്മിൽ തല്ലി പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ആ നാട് മുടിക്കുക എന്നുള്ള സന്തോഷത്തിൽ ഈ പാമ്പ് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി ചാടി എഴുന്നിട്ട് ഇണ്ടപ്പൻ മന്ത്രവാദിയുടെ തല ഒരു ഉറിയുമേ തട്ടി ഇയാൾ മരിച്ചു പോവാണ് ഉണ്ടായത്. ശേഷം ഈ ഏണി പാമ്പ് ആരും കണ്ടിട്ടില്ല ഇന്നലെ വരെ. പക്ഷെ ഇന്നൊരു സംഭവം ഉണ്ടായിട്ടാ. കബഡി ടീമിന്റെ ആദ്യവരയിലെ രണ്ടാമത്തെ കളിക്കാരനായി അവരുടെ പ്രശസ്ത താരം ഗീവറീസ് പന്ത് വിട്ടപ്പോൾ അവരുടെ എണ്ണം പിടിയൻ 3. ഗീവറീസ് വെട്ടി പന്തിനെ മാങ്ങാൻ ടീമിന്റെ ശക്തരായ കളിക്കാരായ ജോസ് മാങ്ങാൻ ടീമിന്റെ കൊച്ചുമോൻ യാത്ര കൊച്ചുമോൻ അതിമനോഹരം ഉയർത്തി വെച്ചുകൊണ്ട് വീണ്ടും ഒരു ഉയർത്തി നടത്തിക്കൊണ്ട് ഡിവിഷന്റെ അവസരവും നഷ്ടമാക്കിയിരിക്കുന്നു. അടുത്ത് കുറച്ച് എഴുന്നിട്ട് നിങ്ങളാരും പ്രേതബാധയാണോ? എൻ്റെ ദൈവമേ, അങ്ങേർക്ക് നല്ല ബുദ്ധി തോന്നണേ. പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടിക്കരുതേ. ഇതാണ് നമ്മുടെ മാതച്ചേട്ടൻ. ലോകത്തുള്ള എല്ലാ ഏണിയും എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരാവോ അങ്ങനെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങേറെ തലയിലായിരിക്കും പറഞ്ഞത്. വില 10 രൂപ. ഏതാ വേണ്ടത്? ഇതെല്ലാം കൂടെ എത്രയായി? 2 മതിയോ? 20 രൂപ. നാശം ഇതെന്നെ. കോപ്പ് അടിയുന്നെങ്കിൽ ഊരിപ്പോട്ടെ. വന്നോ? ഇത്ര പെട്ടെന്ന് വന്നോ? കൊച്ചേ, എന്റെ മനുഷ്യൻ, നിങ്ങൾ പള്ളി വരാതെ നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് വന്നുവിടാം. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. നേരം ദൈവം നിങ്ങളെ പിടിക്കും. നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതൊക്കെ പോരെ. ഈ കൂടുതൽ പ്രാർത്ഥിച്ചാലേ പുള്ളിക്കാരനെ ഒത്തിരി കേൾക്കും. എന്ത് പറഞ്ഞാലും തറവരയായിട്ടിരുന്നത്. ഈ വണ്ടി പിന്നെ കേടേക്കും. ഇത് ഇനിയും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. പോയേക്കാം. നിങ്ങൾ നോക്കാം, ഞാൻ വന്നേക്കാം. പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേക്കണം.
മഴ പെയ്യായിരുന്നോ? രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരകളൊക്കെ കുളമാവില്ല. അച്ഛനും അമ്മയും വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് അതുകൊണ്ട് ഞാൻ തന്നെ നടന്നു. നിന്റെ അച്ഛനോട് ആ പാട്ട വണ്ടി ഒന്ന് മാറാൻ പറ. അച്ഛനോട് പറഞ്ഞ കാര്യമില്ല. അവിടെ വീട്ടിലോട്ട് കേക്ക് മേടിച്ചോളാം. ഞാൻ കൊടുത്തോളാം. അവിടെ രാവിലെ തൊട്ട് കേക്ക് കിട്ടി പറഞ്ഞു. എന്നെ വയറ്റില്ല അസുഖം പിടിക്കും. എടാ നമ്മുടെ സ്കൂളിൽ കേക്ക് മേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തേ. നമ്മുടെ സൂസമ്മ ടീച്ചറിന്റെ വണ്ടിയുടെ കാറ്റാരാണ്ട് ഒരു വിട്ട്. നിനക്കറിയാവോ ആരാന്ന്? ഇവനെങ്ങാനും ആണോ? നീ അടിച്ചെന്ന് നാട്ടുകാരെല്ലാം പറയുന്നത്. അമ്മേ കാപ്പി എടുത്തേ. കാപ്പി ആണ്ട്ര നിന്റെ പുൽക്കൂട്ടുണ്ടാക്കുന്നു. ആണ്ട്ര കേക്ക് 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 വാടാ കേക്ക് കഴിക്കേ. ഏവലേ എന്റെ കൊന്ത എന്തിയേ? എന്താ പറയാനാ? കൊച്ചിലുള്ള കിടന്ന് ഭയങ്കര വെള്ളം. എന്നെ പുൽക്കൂടങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. താപ്പേ നിങ്ങൾ ഇപ്പോഴാണ് എഴുന്നേറ്റ്? കരോള് കഴിഞ്ഞോ വന്നപ്പോ കിടന്ന് ഉറങ്ങിപ്പോയി. ഓ എനിക്ക് ഇത്രയും പ്രായമായിട്ട് നാളെ വരും ഇങ്ങനെ കരോളും പടി. ആ വർഷത്തിൽ ഒന്നും ഉള്ളടാ മാതാ ക്രിസ്മസ്. അതാകുമ്പോ അടി അങ്ങ് കുളിക്കുക അത്രേ ഉള്ളൂ. നമ്മുടെ ഭൂസിരാശാൽ ഓ പറയണോ നിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഭൂസിലേ നിങ്ങൾക്ക് ഈ അരിയും വേണം എത്രയാന്ന് കേട്ടോ? ഇവിടെ ബഹളം കേട്ട എന്റെ കയ്യും കാര്യം മാത്രം പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ശരീരത്തിൽ 108 മർമ്മസാധനങ്ങൾ. എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ 3 മർമ്മസാധനങ്ങളുണ്ട്. പടുമർമ്മം, തൊടുമർമ്മം, തട്ടുമർമ്മം. ഓ ഇതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നു. ഞാൻ തല്ലിക്കും തല്ലിക്കേ. ചേട്ടാ ഇവ എനിക്ക് വേല വേല ഞാൻ തിരിച്ചുതരാം. നീ ഒന്ന് തിരിഞ്ഞതാ. എന്റെ കഴുത്തിന് ഭയങ്കര വേദന. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ തിരിക്കാൻ വേദന. എന്റെ പൊന്നു ബ്രൂസിലി നീ എന്നെ ഒന്ന് വെറുതെ വിട്. ആ ബ്രൂസിലി ഒരടി ഉണ്ടായാൽ നീ എന്നാ ചെയ്യും? ഈ ചരലും മണലും വാരി എറിയുമ്പോൾ നീ എന്ത് ചെയ്യും? സാബുപ്പേക്ക് ജീറ്റുകുണ്ട പറയും. എനിക്കൊന്നും അറിയത്തില്ല. ഭിക്ഷു അറിയോ? എനിക്കൊരു ഉണ്ടേ അറിയത്തില്ല. ഇതൊക്കെ ബ്രൂസിലി വികസിപ്പിച്ചെടുത്ത സാധനങ്ങളാണ്. ബ്രൂസിലിന്റെ ചാച്ചാ ഡാൻസ് അറിയോ? എടാ എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഇത് ബ്രൂസിലിയെ വികസിപ്പിച്ചെടുത്ത ഡാൻസാ. ഞാൻ പഠിപ്പിച്ചു തരാം.
പച്ചക്കുളം മഞ്ഞക്കുളം ആഹാ. എന്റെ പൊന്നപ്പാ പെണ്ണുങ്ങളെ ഇടി മേടിച്ചത്. ഓ എന്റെ പൊന്നടാവി, അതൊരു സുഖമല്ലേ. നീ പറഞ്ഞ കേസറ്റ് എങ്ങനെയുണ്ടടി? കൊള്ളാവോ? നീ ഒന്ന് കണ്ടു നോക്ക്. കുഞ്ഞപ്പൻ സോഡ. കത്താത്ത വെള്ളം വായിച്ചു എടുക്കാറുള്ളൂ. പിള്ളേരുടെ കരളൊക്കെയാ ഇവിടെ കളയാൻ സമയത്ത്. ഇത് കരളൊക്കെയാണ്, നീ പോടാ പോയി. ഇതന്നെ കാണിയതേ, ഞാൻ രാവിലെ തൊട്ട് ഉണ്ടാക്കിയ പുൽക്കൂടെ നീ എന്നെ കിളമ്പുവാണോ? തൊട്ട തന്നെ പ്രശ്നം. അല്ലെങ്കിൽ അച്ഛൻ എന്റെ ഇഷ്ടമില്ലല്ലോ, കുഞ്ഞിപ്പെണ്ണെ എന്റെ ഇഷ്ടം. ആ എനിക്ക് കുഞ്ഞിപ്പണി തന്നെ ഇഷ്ടം. എന്നാടാ? ഓ ഓ ആ എനിക്ക് കുഞ്ഞിപ്പണി തന്നെ ഇഷ്ടം. എന്നാടാ? ഓ ഓ ഞാൻ കാണിച്ചു തരാം. അച്ഛനിത് കണ്ടാ പേടിക്കും. ഭാഗ്യം, പോസ്റ്ററുള്ളോണ്ട് എന്നെ അവന്മാർ കാണത്തില്ല. അടിച്ചൊതുക്കടാ ബ്രൂസിലി ഇവന്മാരെ. ഇത് ബ്രൂസ് ലീ, ഞങ്ങളുടെ ബ്രൂസ് ലീ. ബ്രൂസിലാശം നല്ല കരടക്കാരനാണ്. ഇവന്മാരെല്ലാം ഇടിച്ചിടാം, പക്ഷേ
നമ്മുടെ സാവപ്പം പറഞ്ഞൊരു തമാശ അത് അതേപടി ഇങ്ങോട്ട് നടന്നു. പിന്നെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ബ്രൂസ്ലി ഒരടി ഉണ്ടായാൽ നീ എന്നാ ചെയ്യും? ഈ ചരലും മണലും വാരി എറിയുമ്പോൾ നീ എന്ത് ചെയ്യും? പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപകൽ ഫലം കഴിക്കുന്നത് പോലെ. അമ്മച്ചി ഞാനീ എന്തി അവൻ 2 ദിവസമായിട്ട് പോയിട്ട് അവന് നാളെ വരും. എടാ അപ്പു, നിനക്ക് എന്നാ പറ്റിയടാ? എന്നെ ആ സജിപ്പാനും കൂട്ടരും കടന്നു പോയപ്പോ തല്ലി. അവനിന്ന് വരുവടാ. അവനക്കിട്ട് എല്ലാത്തിനും നമുക്ക് നല്ല പെരുക്ക് കൊടുക്കണം, എല്ലാത്തിനും ചവിട്ടി കൂട്ടണം. മധുചോട്ടോ പണിസാധനങ്ങൾക്ക് എടുത്ത് ഇവിടെ ആരും അല്ലെങ്കിൽ ബാക്കിയുള്ള എടുക്കുന്ന കഷ്ടപ്പെടുന്നതിന് ഒരു വിലയില്ല. സാധനം എവിടെയാ വെച്ചോടത്ത് കാണത്തില്ല. എൻ്റെ വീട്ടിൽ പോകാൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുത്തുള്ളൂ. ജോലി അതിൻ്റെ ഇടയ്ക്ക്. മനുഷ്യ നീ ആ മൊന്ത അങ്ങോട്ട് കളഞ്ഞ് മൊന്ത കളഞ്ഞ ഞാൻ വരാം. ഞാൻ പണി തുടങ്ങി വെച്ചിട്ട് പെട്ടെന്ന് വന്നോളാം. പ്രശ്നമാണല്ലോ. പണിക്കൂക്ക് മുടങ്ങും. നീ പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് വീട്ടിൽ ഇരിക്കേണ്ടി വരില്ല. ഞാനിത് വീട്ടിലോട്ട് പോവാം. വൈകുന്നേരം വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ അയ്യോ ദൈവമേ, നല്ലൊരു ക്രിസ്മസ് ആയിക്കൊണ്ട് തിരുവശാലയിൽ ഇങ്ങനെ കിടക്കുന്ന കാണാനാണല്ലോ എനിക്ക്. എന്റെ ഇച്ഛ ഇനിയും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞൊന്ന് ജീവിക്കും, അല്ല ഇങ്ങനെ ഇരിക്കും. നോക്കണ്ട, ഞാൻ ഉള്ളതാ പറഞ്ഞത്. ദൈവം അല്ലല്ലോ തന്നത്. മത്തായി എനിക്കും കിട്ടി. കുറെ അനുഭവം പിള്ളേരായിരുന്നു. എന്ത് ചെയ്യാം? മുളക് പൊടി ഇട്ടടിക്കും ഞാൻ ഒരിക്കലും ബ്രൂസ്ലി, നീ കരട്ട പൊറോട്ട കാണിച്ച് പിള്ളേർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടിയില്ലടാ. ഇനി ആരോട് എന്നാ പറയാനാ? കിട്ടിയത് മേടിച്ചിടുക, അത്രേ ഉള്ളൂ. ഓ, ഇത് നല്ല ഇടി കിട്ടിയതാണല്ലോ. ചതവൊക്കെ ഉണ്ടല്ലോ. പരിപാടി പിള്ളേരൊക്കെ നടന്നില്ലല്ലോ. പൊടിക്കൈകൾ കൊണ്ടാണ് നമ്മൾ ഈ വൈദ്യശാല വന്ന് ഇരിക്കേണ്ടി വന്നത്. ഇത് വല്ലതും നടക്കുമോ? വല്ല ഗവൺമെന്റ് ആശുപത്രി വല്ലതും പോയാൽ പോരായിരുന്നോ? സാവത്ത് ചുമ്മായിരുന്നു. ഈ പുള്ളി എന്റെ ചതവും വളവും നേരിട്ടിട്ടുള്ള ആളാണെന്നറിയാവോ?
മാത്ത ഇന്നലെ വന്ന പിള്ളേരുടെ കൂടെയാണ് നിന്റെ അനിയൻ നടക്കുന്നത്, നിനക്കറിയാവോ? കുട്ടപ്പായി അവനെന്റെ അനിയനൊന്നുമല്ല, പണ്ടെന്റെ പളകി കത്തി കെട്ടിപ്പോ മാറിയാണ്. അവനിട്ട് അവന്മാര് തന്നെ കൊടുത്തോളൂ. നമുക്കിട്ട് കിട്ടാനുള്ള കിട്ടി, ഇനി അവന്മാർക്കിട്ടുള്ളത് എന്റെ ശിഷ്യൻ ഡാഡി കൊടുത്തോളൂ. ഇതവനല്ലേ ഡാനി? നീയാണല്ലേ ഇവിടുത്തെ ബാബു ആന്റണി. ഞാൻ ആശാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പിള്ളേർക്ക് നീ കഴിക്കല്ലേ? ചെയ്യാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? നീ ഒന്നും ഇവിടുന്ന് പോകത്തില്ല. എൻ്റെ വൈദ്യുത എൻ്റെ മുടി മുഴുവൻ പോവാ. ഇതുണ്ടോ, തലമുടി മുഴുവൻ കറുക്കോ നരയ്ക്കുകയോ ഒക്കെ ചെയ്യുമോ? എന്തെങ്കിലും മരുന്ന് പണ്ട് ഞാൻ ഉണ്ടാക്കിയ മരുന്ന് മുടി നല്ലപോലെ കറക്കും. ഉപയോഗിക്കും. എന്റെ മാത്ത ഈ ഒരു പാമ്പ് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എത്ര അയച്ചാലും ഈ പച്ചമാവ് നമ്മൾ വീഴുന്നു. ഇത് നമുക്ക് കളിക്കണ്ടാടാ. എവിടെയാ വേണ്ടിയിരിക്കണ്ടേ? ഈ സൈഡ് മുഴുവനും പെയിന്റ് അടിക്കാനുള്ള ഇവിടെ അടിച്ചു.
അങ്ങനെ മാങ്ങാണത്തിൻ്റെ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പാമ്പുമായിട്ട് പാമ്പാടിയിലേക്കാണ് ഈ ചേച്ചി പോണത്. ഇനി പാമ്പാടിത്തെ വിശേഷങ്ങൾ കാണാം. ഈ ലോകം ഒരു എണ്ണയും പാമ്പും നാമോ ചെറുകരുക്കൾ മാത്രം ഇതെങ്ങോ പോകുന്നേ. ഈ ലോകം ഒരു എണ്ണയും പാമ്പും നാമോ ചെറുകരുക്കൾ മാത്രം ഇതെങ്ങോ പോകുന്നേ. ഇക്കഥയുടെ ജീവിതം ആകെ മൊത്തം അവതാളം. ആരുടെയോ താളത്തിൽ നാം ജീവിക്കുന്ന ചെറുപാവം. മഞ്ഞു വീണ മരുഭൂമി സ്വപ്നം കണ്ടു നടക്കുന്ന കുഞ്ഞു ലോകം കെട്ടിപ്പൊക്കം നോക്കുന്നവർ എന്തു കഷ്ടം. ഞങ്ങൾക്കില്ല ജാതി മതം ആകെയുള്ള സമാധാനം നശിപ്പിക്കാൻ വരണ്ട നീ കോടി വീശി പൊക്കോ വേഗം. തോന്നൽ വന്നാൽ ഞങ്ങൾക്കില്ല നോട്ടം മോനെ. ഓടിയോ ദൂരത്തീരത്തേതോ സന്ധ്യമയങ്ങും നേരം ആരോ കോലം തുള്ളിക്കാൻ തീർത്തൊരു ലോകം കണ്ടു. നീയും ഞാനും വേറെ കൂടെ തുള്ളാനാളും കെട്ടിയ നൂലിൽ പാറുന്നേ. ഈ ലോകം ഒരു എണ്ണയും പാമ്പും നാമോ ചെറുകരുക്കൾ മാത്രം ഇതെങ്ങോ പോകുന്നേ. ഈ ലോകം ഒരു എണ്ണയും പാമ്പും നാമോ ചെറുകരുക്കൾ മാത്രം ഇതെങ്ങോ പോകുന്നേ.